BJP വിട്ട വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് KP മധു കോൺഗ്രസിൽ. DCCയിൽ T. സിദ്ദിഖ് MLA സാന്നിധ്യത്തിലാണ് അംഗത്വം സ്വീകരിച്ചത്. ഇന്നലെ വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. പല വിധത്തിലുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഒരുപാട് ആലോചനകൾക്കും ശേഷമാണ് കോൺഗ്രസ് തിരഞ്ഞെടുത്തത്. അതിന് കാരണം കോൺഗ്രസ് ദേശീയ പാർട്ടിയാണ്, പ്രാദേശിക കക്ഷിയല്ല. ഇവിടെ ദേശീയ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദേശീയതയ്ക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് കോൺഗ്രസിൽ തിരഞ്ഞെടുത്തത്. ഇനിയുള്ള കാലം കോൺഗ്രസിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി എൻ്റെ സമയവും അതുപോലെ തന്നെ എൻ്റെ ഉത്തരവാദിത്വവും കൃത്യമായി നിർവഹിക്കും. ഇതാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ദീപക് മോഹൻ തുടരുന്ന വിശദാംശങ്ങളുമായി. ദീപക്, നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് KP മധു BJP വിട്ടത്, ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു എന്നതാണ്. വിനീത, വയനാട് BJP മുൻ ജില്ലാ പ്രസിഡന്റ് KP മധുവാണ് ഇപ്പോൾ കോൺഗ്രസിൽ അംഗത്വം എടുത്തിട്ടുള്ളത്. സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ കൽപ്പറ്റ MLA T. സിദ്ദിഖ്, DCC പ്രസിഡന്റ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ BJP മുൻ പ്രസിഡന്റ് ഇപ്പോൾ കോൺഗ്രസിൽ അംഗത്വം എടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനമായും അദ്ദേഹം പറയുന്നത് BJPയിൽ നിന്നും താൻ നേരിട്ടത് കടുത്ത അവഗണനയാണ്, അതുകൊണ്ട് തന്നെ കോൺഗ്രസിലും ഇനി സജീവമായി പ്രവർത്തിക്കുമെന്നുള്ള രീതിയിലെ പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ ആന ആക്രമിച്ച് ഒരാളുടെ മരണം ഉണ്ടായിരുന്നു. ആ സമയത്ത് വിവാദമായൊരു പരസ്യ പ്രസ്താവന നടത്തിയതിലൂടെയാണ് ഈ മധുവിനെ BJP പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തെ കാര്യമായി ആരും പരിഗണിച്ചില്ല. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ മത്സരിക്കാനായി എത്തിയ സമയത്തും ഈ മുൻ പ്രസിഡന്റിനെ കാര്യമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ പങ്കാളിയാക്കിയില്ല എന്നുള്ള രീതിയിലൊക്കെ പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടിയാണ് കൽപ്പറ്റയിലെ DCC ഓഫീസിലെത്തി മധു കോൺഗ്രസിൽ അംഗത്വം എടുത്തത്. വിനീത, ശരി, ദീപക് മോഹനാണ് വിവരങ്ങൾ.